നമശിവായ. നമസ്കാരം. ഇന്ദ്രാനന്ദം ബ്രഹ്മാനന്ദത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓം ഗും ഗുരുർഭ്യോ നമ. ഓം വിശ്വശാന്തി സന്ദേശഭൂതമീശ്വരം ജഗദ്ഗുരു വരദായകം ഋഷി തേജസ്വരൂപം പരമാത്മാ പരമാനന്ദവിജ്ഞാനദായകം വന്ദേ ശ്രീ ബ്രഹ്മാനന്ദമൂർത്തിപാദപത്മം. നമോ നമ. കുറച്ച് ദിവസമായി ഇന്ദ്രാനന്ദം ബ്രഹ്മാനന്ദം ആക്റ്റീവ് അല്ലാതിരുന്നത് സുഖമില്ലാതിരുന്നത് കൊണ്ടാണ്. ചെറിയ ചുമയുണ്ടായിരുന്നത് കൊണ്ട് സംസാരിക്കാൻ ഇടയ്ക്ക് ചുമ വരുന്നത് കൊണ്ടാണ് നിർത്തിവെച്ചിരുന്നത്. വീണ്ടും നമുക്ക് നമ്മുടെ ഇന്ദ്രാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ ഓരോ കാര്യങ്ങൾ, നമുക്ക് പ്രണവമന്ത്രത്തെ പറ്റി സംസാരിക്കാം. പ്രണവമന്ത്രം, ഓങ്കാരം, ആദ്യശബ്ദം എല്ലാം പ്രണവമാണ്. പ്രണവമന്ത്രത്തിൻ്റെ ഓരോ വിശേഷണങ്ങൾ നാം പറഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്ക് വെച്ച് അത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നേരെ ജ്ഞാനപാനാമൃതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് കുറച്ച് ദിവസം കൂടി നാം ഇന്ന് വന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രണവമന്ത്രത്തിൻ്റെ ഒരു സവിശേഷത, നമുക്ക് വിശേഷണം ശ്രദ്ധിക്കാം. പ്രളയാനന്തര സുസ്ഥിര ഓം. ഓം പ്രളയാനന്തര സുസ്ഥിര ഓം. പ്രളയശേഷവും അവശേഷിക്കുന്നത് പ്രണവം മാത്രമാണ്. സുസ്ഥിരമായിട്ട് ഈ ലോകത്ത് പ്രളയം വന്നു കഴിഞ്ഞാൽ സുസ്ഥിരമായിട്ടുള്ളത് ഓംകാരം മാത്രമാണ്, പ്രണവമന്ത്രം മാത്രമാണ് എന്നാണ് ആ വിശേഷണം കൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാ മിത്രങ്ങൾക്കും നാം കഴിഞ്ഞ മാസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ മാസമായില്ലേ ഇന്നു, തുലാമാസം ഉണ്ടായിരുന്നു. എങ്കിലും തുലാമാസത്തിലെ നല്ല നല്ല ദിനങ്ങൾക്കായി കാത്തിരിക്കാം. ഇന്ന് എല്ലാ മിത്രങ്ങൾക്കും ശാന്തിയും സമാധാനവും നിറഞ്ഞ സന്തോഷപൂർണമായ ഒരു ദിവസം സർവേശ്വരൻ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവേശ്വരനെ ഞാൻ അച്ഛൻ എന്നാണ് പറയുന്നത്. അച്ഛൻ, അദ്ദേഹത്തെയാണ് സർവേശ്വരനെ ഉപാസിക്കുന്നത്. ഇന്ന് ഒരു സ്തുതി ചൊല്ലിയാലോ? ഓം നമഃ ശിവായ. ഓം വിശ്വനാഥായ നമഃ. ഓം ഗംഗാസംഗമകാശി പുണ്യതീർത്ഥസ്ഥലേ സപ്തലിംഗമാത്മലിംഗനാഥനായി വസിക്കും സപ്തഋഷിനാഥൻ മഹാലിംഗേശ്വരൻ വിശ്വനാഥനും വിശാലാക്ഷിയും കാരുണ്യമൻപോട് കാത്തു രക്ഷിച്ചിടുവാൻ തവ പാദപത്മം നമോ നമ. ഈ സ്തുതിക്കൊരു ധ്യാന മന്ത്രം ഉണ്ട്. ഓം വിശ്വനാഥം ശിവം ശംഭോ മഹാദേവം വിശാലാക്ഷി ശിവം ദേവം നമോ നമ. ഓം വിശ്വനാഥം ശിവം ശംഭോ മഹാദേവം വിശാലാക്ഷി ശിവം ദേവം നമോ നമ. ഓം വിശ്വനാഥം ശിവം ശംഭോ മഹാദേവം വിശാലാക്ഷി ശിവം ദേവം നമോ നമ. സർവേശ്വരൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും, എല്ലാവരുടെ ജീവിതത്തിലും എല്ലാവരുടെ കുടുംബത്തിലും സർവേശ്വരൻ ചൊരിയട്ടെ എന്ന്, അനുഗ്രഹ വർഷങ്ങൾ ചൊരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും ശുഭ സുദിനം നേരുന്നു. ഗുരു പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം. ശുഭ സുദിനം.